നമ്മുടെ ഫിബിന് ബിഗ് ബോസിൻ്റെ വാണിംഗ്. ജാസ്മിനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഫോബയിൽ അടിച്ചിട്ട് ഫിബിൻ കൈകൊണ്ട് എന്തോ കാണിച്ചെന്നാണ് പറയുന്നത്. അത് തെറ്റായ കാര്യമാണെന്ന് ബിഗ് ബോസ് പറയുന്നു, ജാസ്മിൻ പറയുന്നു, അഭിഷേക് കണ്ടെന്നും പറയുന്നു. ബാക്കിയുള്ള മത്സരാർത്ഥികൾ കണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ ഫിബിന് അത് സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെ, തെറ്റായിപ്പോയി എന്ന് ഫിബിൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാകാം ചിലവർക്ക്, അതങ്ങ് വിട്ട് കളയുക. പക്ഷേ ബിഗ് ബോസ് ഫിബിന് വാണിംഗ് കൊടുത്തു. വാണിംഗ് കൊടുത്തത് ഇങ്ങനെയാണ്: കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്, കുടുംബമായിരുന്ന് കാണുന്നതാണ്, അങ്ങനെയുള്ളൊരു ടി വി ഷോയിൽ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്ന്. അതിനാണ് വാണിംഗ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനാണ് എൻ്റെ ബിഗ് ബോസ് തോന്നിയത്. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് എന്ന് ഇപ്പോഴെങ്കിലും ബിഗ് ബോസിന് ബോധ്യമുണ്ടല്ലോ. പല നൈറ്റ് ഷോകളും ബിഗ് ബോസ് ക്യാമറയിലാക്കി ഇത് ലൈവായിട്ട് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മറന്നിട്ടില്ല. അത് അവർക്കെന്തുമാകാമല്ലേ. അപ്പം ഫിബിന് ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തെറ്റ് തന്നെയാണ്. പക്ഷേ അത് രണ്ട് വശത്തും ഉള്ള നീതി നടപ്പിലാകാൻ ബിഗ് ബോസ് പലപ്പോഴും കണ്ണടയ്ക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു വശത്തെ തെറ്റ് കണ്ടില്ലെന്ന് നടിക്കുകയും മറ്റൊരു വശത്തെ തെറ്റുകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വാണിങ്ങും ഒക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ടി വി ഷോ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് 2024 2024 അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹോപദ്രവം ഏൽക്കാത്ത എന്തും ചെയ്യാം എന്ന് തന്നെ ഒരു പക്ഷക്കാരനാണ് ഞാൻ. സാധാരണ എല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെ തന്നെയാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതൊക്കെ എല്ലാവരും കാലം മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും ബിഗ് ബോസിൽ വന്നില്ല. ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റാണ്ടിന് പുറകിലാണ് ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. കുടുംബ പ്രേക്ഷകരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നു. സിനിമയിലാണെങ്കിൽ പോലും സീരിയലിലാണെങ്കിൽ പോലും പല സംഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കുടുംബ പ്രേക്ഷകർ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് തോന്നിയത്. പിന്നെ ഗബ്രി വളരെ മോശപ്പെട്ട വീടുകളും ജിൻഡോയുടെ മുന്നിൽ പ്രയോഗിച്ചത് അത് നമ്മൾ കണ്ട. പവർ ടീം അവരെ പൂട്ടിയിടുന്നപ്പം ജിൻഡോയോട് പറഞ്ഞ മോശപ്പെട്ട വാക്കുകൾ പവർ ടീമിൻ്റെ മുന്നിൽ പോയി, അങ്ങനെയൊക്കെയുള്ള വളരെ ഇതും കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. അന്ന് ബിഗ് ബോസിന് യാതൊരു വാണിംഗും ഗബ്രിക്ക് കൊടുക്കാൻ തോന്നിയില്ല. അതാണ് ഈ ഗബ്രിയും ഫിബിനും ജാസ്മിനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. പന്തിയിൽ പക്ഷാഭേദം കാണിക്കല്ലേ എൻ്റെ ബിഗ് ബോസേ, നീനും ദയവ് ചെയ്ത് രണ്ടുപേരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് അത്യാവശ്യം. അതുപോലെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് പറഞ്ഞ് ഇനിയും എന്നെ ചിരിപ്പിക്കരുത്.